സൗദി അറേബ്യയിലെ റിയാദിൽ റഷ്യയും അമേരിക്കയും തമ്മിലൊരു ചർച്ച നടത്തി. അതിനുശേഷം ട്രംപ് പറയുകയാണ് ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന്. അപ്പോൾ തൊട്ടു മുമ്പ് ഉക്രൈനുമായിട്ടും അമേരിക്ക ഇതേ രീതിയിൽ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ പുട്ടിൻ്റെ ആവശ്യം റഷ്യയെ ചുറ്റി നിൽക്കുന്ന ഉക്രൈൻ്റെ സൈന്യം മുഴുവൻ പിൻവാങ്ങണം, ഞങ്ങൾ നാറ്റോയിൽ ചേരില്ല എന്ന് പ്രഖ്യാപിക്കുകയും വേണമെന്ന്. നടപ്പുള്ള കാര്യമാണോ? നടന്നു എന്നൊക്കെ വരും. കാരണം സെലൻസ്കി ഓരോ ചുവട് പുറകോട്ടാണ് ദിവസവും നടക്കുന്നത്, മുന്നോട്ട് വരുന്നില്ല. പക്ഷേ ഇതിൽ എനിക്ക് സംശയം ഉണ്ടാകാൻ കാര്യം എന്ന് വെച്ചാൽ ഈ റിയാദിൽ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ റഷ്യ ഉക്രൈൻ്റെ തലസ്ഥാനം കീവ് അവിടെ ഡ്രോൺ ആക്രമണം നടത്തി. വലിയ നാശനഷ്ടമൊന്നും ഉണ്ടായില്ലെങ്കിലും അതൊരു സിഗ്നലാണ് തലസ്ഥാനം ആക്രമിക്കുക എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച സെലൻസ്കി മോസ്കോയിലേക്ക് ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. അത് ഈ പൊട്ടക്കണിൻ്റെ മാവേലേറ് പോലെയാണ്. 350 ഡ്രോൺ അങ്ങോട്ട് വിട്ട് ഏതെങ്കിലും എവിടെയെങ്കിലും ചെന്ന് കൊള്ളട്ടെ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്തത്. ബട്ട് സ്റ്റിൽ മൈൻഡ് യു മോസ്കോയെയാണ് അറ്റാക്ക് ചെയ്തത്. അതിൻ്റെ റിപ്ലൈ ആണ് പുതിൻ ഈ കീവ് ആക്രമിക്കുന്നതിലൂടെ ചെയ്തത്. അപ്പോൾ അവിടെ ഹോസ്റ്റിലിറ്റീസിന് കുറവ് ഇതുവരെ വന്നിട്ടില്ല. ചർച്ച നടക്കുന്നു എന്നേ ഉള്ളൂ. സെലൻസ്കി ഇപ്പോൾ പറയുകയാണ് ശരി ഞാൻ നാറ്റോയിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ സെലൻസ്കി എത്ര കണ്ട് വിശ്വസിക്കാം? സെലൻസ്കി താൽക്കാലികമായിട്ടാണ് പ്രസിഡൻ്റായിട്ട് തുടരുന്നത് ഉക്രൈൻ്റെ. സെലൻസ്കിയുടെ പീരീഡ് നേരത്തെ കഴിഞ്ഞു. യുദ്ധം നടക്കുന്നതുകൊണ്ട് പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുപ്പ് മാറ്റിവെച്ച് ഇങ്ങനെ ആളായിട്ട് നിൽക്കണം. മാത്രമല്ല അദ്ദേഹത്തിന് എതിര് പറയുന്ന എല്ലാവരെയും തന്നെ പിടിച്ച് ജയിലിൽ വിട്ടിട്ടുണ്ട് സെലൻസ്കി. സെലൻസ്കി ട്രംപിനേക്കാളും പുടിനേക്കാളും വലിയ ഏകാധിപതിയാണ് സെലൻസ്കി. അപ്പോൾ പക്ഷേ ഈ വിക്ടിം കാർഡ് സമർത്ഥമായിട്ട് കളിച്ച് യൂറോപ്പിനെയൊക്കെ കയ്യിലെടുത്തിട്ട് അയാളാണ് നാറ്റോയുടെ ഹെഡ് എന്നുള്ള മട്ടിൽ അയാൾ പെരുമാറാൻ തുടങ്ങി. അയാൾ അയാളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഷ്ടനായിട്ട് മാറും. അയാൾക്ക് ഭാരതത്തോടുള്ള ദേഷ്യം എന്താ? അയാളുടെ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. എന്നാലും ഒന്ന് സംസാരിക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് മോദി അവിടെ പോയല്ല. മോദി പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ, തിരിച്ച് എത്തുന്നതിന് മുമ്പ് തന്നെ ഇയാൾ പൊട്ടിത്തെറിച്ചു മോദിക്കെതിരെ. നിങ്ങളുടെ കൂട്ടുകാരനല്ലേ പുടിൻ, അയാളോട് നേരെ വിളിച്ച് പറഞ്ഞാൽ പോരെ, എൻ്റെ അടുത്ത് പ്രസംഗിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഇത് മാന്യന്മാർ ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. അന്ന് മോദി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അന്ന് ഇന്ത്യ ഈ ഏർപ്പാട് നിർത്തി വെച്ചതാണ്. എങ്ങനെ വേണമെങ്കിലും തൊലഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുടിനോടും പറഞ്ഞു ചേട്ടാ ഞാനില്ല ഈ കാര്യത്തിൽ. പുടിൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞില്ല, അവൻ തെമ്മാടിയാണ്. ശരി, ഒരു അറ്റംപ്റ്റ് നടത്തി, അവിടെ വെച്ച് അവസാനിപ്പിച്ചു, പോയി പണി നോക്കാൻ പറഞ്ഞു. ഇപ്പം നമ്മൾ ഒന്നിലും പെടുന്നില്ല. ഇപ്പോൾ സെലൻസ്കിക്ക് നമ്മൾ വേണം, ഇന്ത്യ എങ്ങനെയെങ്കിലും ഇടപെടണം. ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾ നാറ്റോയിലില്ല, നാറ്റോ എത്ര ദൂരെ കിടക്കുന്നു, ഞങ്ങൾ വളരെ ദൂരെയാണ്, പുടിൻ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ഉക്രൈനോട് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ ടോട്ടലി അങ്ങ് ഐസൊലേറ്റ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ബഫർ, ഒരു മൂന്നാം ശക്തി വേണ്ടേ എന്തെങ്കിലും ഒന്ന് പറയാനായിട്ട്. അത് ആരുമില്ല. ഉള്ളത് ട്രംപാണ്. ട്രംപിന് അസാമാന്യമായ ധാർഷ്ട്യമാണ്. ആരെയും വകവയ്ക്കാത്തൊരു മനുഷ്യൻ ട്രംപ്, ആരെയും വകവയ്ക്കാത്ത പുടിൻ, ഒരുത്തനെയും വകവയ്ക്കാത്ത സെലൻസ്കി. ഇവർ തമ്മിലാണ് ഒരു സമാധാന കരാറുണ്ടാക്കേണ്ടത്. ഈ എല്ലാവരെയും ഗുഡ് ബുക്സിൽ നിർത്തുന്ന ഒരു സ്വഭാവക്കാരൻ ഇതിൽ മധ്യസ്ഥനായിട്ട് വേണം. അതില്ല. MBS ഈ ചർച്ചയ്ക്ക് ഒക്കെ ഇതൊക്കെ കൊടുക്കും. മുഹമ്മദ് ബിൻ സൽമാൻ റിയാദിൽ വരാൻ പറയും, ഭക്ഷണം കൊടുക്കും, ഒക്കെ ചെയ്യും. ബട്ട് MBSൽ അത് മധ്യസ്ഥനാവില്ല. സ്ഥലം നിങ്ങൾ ഇരുന്നോ, ചർച്ച ചെയ്തു, അതിൻ്റെ അന്തരീക്ഷ സംഗതി, സെക്യൂരിറ്റി എല്ലാം കൊടുക്കും. ബട്ട് സൗദി അറേബ്യ ഒരു മധ്യസ്ഥനല്ല. ഇതിൽ മധ്യസ്ഥനാവാൻ ഈസിലി അവർക്ക് പറ്റിയ ആൾ നരേന്ദ്രമോദിയായിരുന്നു. അത് സെലൻസ്കി ഇല്ലാതാക്കി. ട്രംപിൻ്റെ കുറച്ച് ധാർഷ്ട്യവും ട്രംപിന് വേണമെങ്കിൽ ഇപ്പോൾ മോദിയോട് ആവശ്യപ്പെടാം, ദേ ഞാൻ വർത്തമാനം പറഞ്ഞാൽ ശരിയാവില്ല, ചേട്ടനൊന്ന് സംസാരിക്കുക അവരോട്, അവന്മാരൊക്കെ തെമ്മാടികളാണ് എന്ന് പറയാം. പക്ഷേ അതിന് ട്രംപിൻ്റെ ധാർഷ്ട്യം ട്രംപിനെ അനുവദിക്കില്ല. ഞാനങ്ങ് പിടിച്ച് ഇതങ്ങ് നിർത്തിക്കളയുന്നതാണ്. എന്ത് നിർത്തുമെന്നാണ് ട്രംപിൻ്റെ ഗതികേട് നോക്കി. ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഞാനായിട്ട് എൻ്റെ പ്രീവിയസ് ടേമിലും ഞാനായിട്ട് ഒരു യുദ്ധവും തുടങ്ങിയിട്ടില്ല. ഞാൻ യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്ന ആളാണ്. നോക്ക്, ഞാൻ വന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം
ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലുണ്ടാവും. ട്രംപ് അധികാരത്തിൽ വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ വെടിനിർത്തലായി അവിടെ. വലിയ ആഘോഷം. പിന്നെ ഉക്രൈൻ റഷ്യ പ്രശ്നം അത് ഞാൻ തീർക്കും എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഫൈനലി സംഭവിച്ചത് എന്താ? ഉക്രൈൻ റഷ്യ പ്രശ്നം തീർന്നില്ല. മോസ്കോ കയറി സെലൻസ്കി അടിക്കുന്നു, പുടിൻ കീവിനെ കയറി അടിക്കുന്നു. അപ്പോൾ പുടിൻ്റെ നിലപാടിനെ യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങൾ പേടിക്കുന്നുണ്ട്. ഏത് നിമിഷവും യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും രാജ്യത്തെ റഷ്യ ആക്രമിക്കുമെന്ന്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഒത്തുതീർപ്പ് ഇത് ഒരു ഹിസ്റ്റോറിക്കൽ പ്രശ്നമാണ്. നമ്മളുടെ സോവിയറ്റ് യൂണിയൻ തകർന്നല്ല, കമ്മ്യൂണിസം തകർന്നു, സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയനിൽ ഭരണമാറ്റം ഉണ്ടായി. സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഒരുപാട് കഷ്ണങ്ങൾ തെറിച്ചുപോയി. ഉസ്ബെക്കിസ്ഥാൻ അത് ഇതൊക്കെ. ഇപ്പോൾ ഇമാജിൻ, ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നു. നരേന്ദ്രമോദിയെ തള്ളി മാറ്റിയിട്ട് പട്ടാളക്കാർ ഭരണം ഏറ്റെടുക്കുന്നു. ഈ സമയത്ത് കാശ്മീർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ട് പാകിസ്ഥാനുമായിട്ട് ഒരു കരാറുണ്ടാക്കുന്നു. പാകിസ്ഥാനും ചൈനയുമായിട്ടുള്ള കരാറിൽ ഞങ്ങളെ കൂടെ ചേർക്കണം എന്ന് ആവശ്യപ്പെടുന്നു. വാട്ട് വിൽ യു ഡു? പുടിൻ്റെ ചോദ്യം ഇതാണ്. സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം തകർന്നു. അതിനുശേഷം പലരും അധികാരത്തിൽ വന്നു, പിന്നെ പുടിൻ വന്നു, സ്റ്റെബിലൈസായി. ഇതിനിടയ്ക്ക് ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താ? അവർ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമല്ലേ? സോവിയറ്റ് യൂണിയൻ എന്നുള്ള രാജ്യം പിളരേണ്ട കാര്യമില്ലല്ലോ, ഭരണമാറ്റമല്ലേ വരുന്നത്. ഇത് പുടിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതുവരെ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന ആൾക്കാർ മുഴുവൻ റഷ്യയിലുണ്ടാവേണ്ടവരാണ്. അവരെന്തിനു പോയി എന്ന് മാത്രമല്ല, അവർ യൂറോപ്പുമായിട്ട് നല്ല ബന്ധത്തിലായി. പലരും നാറ്റോയുടെ അംഗങ്ങളായി. ഇപ്പോൾ യുക്രൈനും നാറ്റോ അംഗമാകാൻ ശ്രമിക്കുന്നു. ഇതാണ് പുടിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ തൻ്റെ രാജ്യം വിഘടിച്ചിട്ട് തൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ കൂടുന്ന ഒരവസ്ഥ. ഈ ശത്രുത പണ്ട് മുതലേ ഉള്ളതാണ്. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് മുതലുള്ള ശത്രുതയാണ് ഇവരൊക്കെ തമ്മിൽ. അപ്പോൾ യൂറോപ്പ് കിഴക്കോട്ട് വികസിച്ച് റഷ്യയെ കൂടുതൽ ചെറുതാക്കുമെന്ന് പുടിന് പേടി. പുടിൻ പടിഞ്ഞാറോട്ട് തള്ളി ഈ ഫിൻലൻഡിനെ, ജോർജിയയെ, ഇതിനെയൊക്കെ പിടിച്ച് കീഴടക്കി യുക്രൈനിൽ ചെയ്ത പോലെ യുക്രൈൻ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് എന്ന് പറയാം. റഷ്യയുടെ നേരെ പടിഞ്ഞാറ് കിടക്കുന്ന രാജ്യങ്ങളെ അങ്ങോട്ട് ആക്രമിച്ചിട്ട് യൂറോപ്പിലേക്ക് കയറി വന്നാലോ? അങ്ങനെ കയറി വന്ന ചരിത്രം സോവിയറ്റ് യൂണിയനും ഉണ്ട് പണ്ട്. ഇപ്പോൾ റഷ്യയ്ക്കും അത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ റഷ്യ യൂറോപ്പിനെ ഭയക്കുന്നു, യൂറോപ്പ് റഷ്യയെ ഭയക്കുന്നു. ഇതിൻ്റെ അന്തർധാരയായിട്ട് വേറൊരു സാധനം കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച്, യൂറോപ്പിൻ്റെ കാത്തലിക് ചർച്ച്, പ്രൊട്ടസ്റ്റൻ്റ് ചർച്ച്, ഇതുപോലെയുള്ള യൂറോപ്യൻ ക്രിസ്ത്യൻ ചർച്ച്, അവർ ഈ റഷ്യക്കാരെ യഥാർത്ഥ യൂറോപ്യന്മാരായിട്ട് അംഗീകരിക്കുന്നില്ല. വെള്ളക്കാരല്ല, വെളുത്തിരിക്കുന്നതേ ഉള്ളൂ. എന്ത് തല്ലിപ്പൊളി. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഇത് ചെയ്തതാണ്. ഹിറ്റ്ലർ ഇന്ത്യക്കാരെയും തടവിൽ പിടിച്ചിരുന്നു, സോവിയറ്റ് യൂണിയൻ്റെ ആൾക്കാരെയും തടവിൽ പിടിച്ചിരുന്നു. ഇന്ത്യക്കാർ തടവിൽ കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഇന്ത്യക്കാർക്ക് കൊടുത്തു, റഷ്യക്കാർക്ക് കൊടുത്തില്ല. അവർ സെക്കൻഡ് ക്ലാസ് സിറ്റിസണായിരുന്നു ജയിലിൽ. കാരണം അവർ തല്ലിപ്പൊളികൾ. അല്ല, വെള്ളക്കാരല്ലേ ചേട്ടാ, വെളുത്തിരിക്കുന്നവനൊക്കെ വെള്ളക്കാരനാണ്, ഇവൻ്റെ കറുത്തിരിക്കുന്നു ഇന്ത്യക്കാരൻ, ബട്ട് മാന്യനാണ്, ആര്യനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വലിയ മാന്യത. ഇതിൻ്റെ ഒരു റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചും മറ്റേ ചർച്ചും തമ്മിലുള്ള ഹിസ്റ്റോറിക്കലായിട്ടുള്ള ആനിമോസിറ്റി ഉണ്ട്. കേരളത്തിലും ഇന്ത്യയിലൊക്കെ സംഭവിച്ചിട്ടുള്ള ഈ കൺവെർട്ട് ചെയ്ത ക്രിസ്ത്യാനികൾ, അവരെ ക്രിസ്ത്യാനികളായിട്ട്, തറവാടികളായ ക്രിസ്ത്യാനികൾ കൂട്ടില്ല. അയാൾ അച്ഛനായിട്ട് വന്നു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയാം, അയാളുടെ കുർബാനയ്ക്ക് ഞാനില്ല, അയാളെ സ്ഥലം മാറ്റാൻ പറയാം, എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാൻ പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ സെക്കൻഡ് ക്ലാസ്സാണ്. ഇപ്പോൾ ഇവർ കൺവെർട്ട് ചെയ്യുകയും ചെയ്തു, ജാതിയില്ല, നേരെ സ്വർഗത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനത്തെ പ്രശ്നം. ഇത് അവിടെയും ഉണ്ട്. അവിടെ ജാതിയല്ല, റേസ്. ഇവിടെ റേസില്ല. അങ്ങനെയാണ് ഇവിടെ റേസിസം വലിയൊരു പ്രശ്നമുള്ള വാക്കായിട്ട് മാറിയത്. ഈ ഒരു ഡൈനാമിക്സ് ഇതിൻ്റെ ഉള്ളിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉക്രൈനെ നാറ്റോ പ്രോത്സാഹിപ്പിക്കുന്നത്
ഉക്രൈനുള്ള സ്നേഹം കൊണ്ടല്ല, റഷ്യയ്ക്ക് ഒരു എംബറാസ്മെൻ്റ്, ഒരു തലവേദന എപ്പോഴും അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സോ ദാറ്റ് നേരെ പടിഞ്ഞാറേക്ക് ഇവൻ കയറി വരില്ല. ഇതാണ് അവരുടെ ഡിസൈൻ. ട്രംപിനെ ഇതൊക്കെ അറിയാൻ. ട്രംപ് പറയുന്നത് ഈ നാറ്റോ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടു നടത്തുന്നത് ഞാനാണ്, ആയുധങ്ങൾ എൻ്റെയാണ്, കാശ് എൻ്റെയാണ്, പട്ടാളക്കാരെൻ്റെയാണ്. നിൻ്റെ എത്ര പട്ടാളക്കാരുണ്ടാ? 200 200 പട്ടാളക്കാർ കൂടെ. സത്യം. ഇവർക്കൊക്കെ 10, 300, 2000 പട്ടാളമൊക്കെ ഉള്ളൂ പല രാജ്യങ്ങൾക്കും. നാറ്റോ ആണെന്നൊക്കെ പറഞ്ഞ്. നാറ്റോ എന്ന് പറഞ്ഞാൽ എന്താ? അമേരിക്കയുടെ ബലത്തിൽ വാചകടിക്കുകയാണ്. 1%, 1.5%, മാക്സിമം 2% ഒക്കെയാണ് GDP-യുടെ ഇവർ ഡിഫൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കാരണം ഡിഫൻസിന് ചിലവാക്കേണ്ട കാര്യമില്ല, അമേരിക്ക നോക്കിക്കോളും. ട്രംപ് പറയുന്നത് ഞാൻ എന്തിനാ ഈ പണ്ടായത്തെ മുഴുവൻ നോക്കുന്നത്, എന്നിട്ട് എൻ്റെ പേരിൽ നിങ്ങൾ ഓരോ സ്ഥലത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക, വാക്കേറ്റം ഉണ്ടാക്കുക, വീമ്പ് പറച്ചിലുണ്ടാക്കുക, ഇതിനെല്ലാം ഞാൻ സമാധാനം പറയാം. എനിക്ക് സാധ്യമല്ല, ഞാൻ നിർത്തിക്കളയുന്നത്. ഇതാണ് ട്രംപിൻ്റെ വാദം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സെലൻസ്കി എന്തിനാ മോദിയുടെ കാല് പിടിച്ചൊരു മീഡിയേറ്ററായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നത്? ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ആരും ഇല്ല സംസാരിക്കാൻ. ഈ എല്ലാവരും ടഫായി കഴിയുമ്പോൾ 3 പേരും ടഫ് ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ഇതിനകത്ത് ഒരു വയാമീഡിയ സംസാരിക്കാൻ 3 പേരുമായിട്ടും ബന്ധമുള്ള ഒരാളാരാ? അത് മോദിയാണെന്ന് ഇപ്പോൾ സെലൻസ്കിക്ക് മനസ്സിലാവുന്നു. സെലൻസ്കി ഔദ്യോഗികമായിട്ട് ഇൻവിറ്റേഷനൊന്നും അയച്ചിട്ടില്ല. പക്ഷേ ഫീലേഴ്സ് കൊടുത്തപ്പോൾ തന്നെ ഇന്ത്യ പറഞ്ഞു, നമസ്കാരം ചേട്ടൻ സ്വന്തം കാര്യം നോക്കിയാൽ ഞങ്ങളില്ല. ഒന്നാമത് അയാളുടെ പെരുമാറ്റം വളരെ റഫാണ് സെലൻസ്കിയുടെ. അയാൾ ലോകത്തിൻ്റെ രാജാവാണെന്നുള്ള മട്ടിൽ അയാളുടെ വരവും നടപ്പുമൊക്കെ കണ്ടിട്ടില്ലേ. ട്രംപും അതുപോലെ തന്നെ നടക്കുന്നു, പുടിനും അതുപോലെ നടക്കുന്നു. മോദിക്ക് നടപ്പിന് കുറവൊന്നുമില്ലെങ്കിലും ഫലത്തിൽ മോദി വളരെ സോഫ്റ്റായിട്ട് കാര്യങ്ങളോട് പ്രതികരിക്കും. പെട്ടെന്ന് കയറി ചൂടാവുകയോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ഇതിൻ്റെ നടുക്ക് സംസാരിക്കാനായിട്ട് വയ്ക്കേണ്ടിയിരുന്നത്. ബട്ട് അത് ആ ചാൻസ് പോയി. ഇനിയിപ്പോൾ മോദി ആ ചുമതല ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ മോദിക്ക് തോന്നുന്നു, ഞാൻ എന്തിനെ എതിർത്ത് തലയിൽ വയ്ക്കുന്നത്, എനിക്ക് എൻ്റെ രാജ്യത്തിൻ്റെ കാര്യം നോക്കിയാൽ പോരെ. അതാണ് മാഗ എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ മീഗ എന്ന് മോഡി പറഞ്ഞത്. മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ. ഇതാണ് ചേട്ടൻ്റെ മാഗാക്കുള്ള മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. നിങ്ങൾ ഗ്രേറ്റ് ആയിക്കും, ഞാനും ഗ്രേറ്റ് ആകും, നമസ്കാരം. അവിടെ വെച്ച് പുള്ളി അങ്ങ് നിർത്തി. ഇപ്പോൾ ശരി, അവസാനം കൊണ്ടും കൊടുത്തും എവിടെയെങ്കിലും പോയി അവസാനിക്കുമായിരിക്കും. ആകെ ഇതേ ഉള്ളൂ, യുദ്ധം നിർത്തും എന്ന് പറഞ്ഞ മനുഷ്യൻ അതിൽ കൂടുതൽ യുദ്ധം തുടങ്ങി വെച്ചിരിക്കുന്നു. ഇസ്രായേൽ വീണ്ടും ഹമാസിനെ ആക്രമിക്കുന്നു. യുക്രൈനും റഷ്യയും തമ്മിൽ വീണ്ടും അടി നടക്കുന്നു. അമേരിക്ക സ്വയം ഇവരെ ഹൂത്തികളെ ആക്രമിക്കുന്നു. ഇതുവരെ ഉണ്ടാവാഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ എവിടെ പോയി ട്രംപിൻ്റെ യുദ്ധം നിർത്തുന്ന പരിപാടി? പേരെടുക്കാൻ പോയ പതിച്ച് ഇരട്ട പെറ്റ് കിടക്കുകയാണ് ഇപ്പോൾ. ഇതാണ് സ്ഥിതി. അപ്പോൾ സംഘർഷാവസ്ഥ അവസാനിക്കില്ല, ഉടനെ അവസാനിക്കില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.